ഗൈസ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കുന്നതിന് മുമ്പുള്ള സൗണ്ടാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കിയതിന് ശേഷമുള്ള സൗണ്ടാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് കാര്യങ്ങളും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് വീട്ടിൻ്റെ പുറത്തുനിന്ന് ഔട്ട്ഡോറിനാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഔട്ട്ഡോറിന് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഔട്ട്ഡോറിന് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു നോയ്സ് എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ രീതിയിലുള്ള ആ ഒരു ഓഡിയോ ഞാനെങ്ങനെയാണ് എൻ്റെ വീഡിയോസ് ഞാൻ സെറ്റപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നെങ്കിൽ ഞാനെങ്ങനെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞാനെങ്ങനെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അതിനായിട്ട് ഞാൻ ഏത് ആപ്ലിക്കേഷൻ എന്താണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഫോണിൽ തന്നെയാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോണിൽ ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഏത് ആപ്ലിക്കേഷൻ എന്താണ് ഉപയോഗിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മൈൻഡ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്കൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ തന്നെ നിങ്ങൾ ഡയറക്റ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ഡോൾബി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ടൈമിൽ ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഔട്ട്ഡോറിന് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ വീഡിയോസിന് നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ നോയ്സും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് റിമൂവ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമിൻ്റെ ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് യൂട്യൂബിലേക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ വെച്ചിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് യൂട്യൂബിലേക്ക് ലൈവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ റെക്കോർഡിംഗിൻ്റെ ഓപ്ഷനാണ്. ഈ ഓഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളിപ്പോൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓഡിയോ കൊടുക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും. ഞാൻ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ഒരു നോയ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഓഡിയോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും. ഫോണിൻ്റെ നോർമൽ ഓഡിയോ ക്വാളിറ്റിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഓഡിയോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച വീഡിയോ നിങ്ങൾക്ക് കാണിക്കൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സേവ് ചെയ്ത് വെച്ച വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്കിപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്കൊരു പ്ലേ ബട്ടൺ പോലത്തെ ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് ഓൺ ഓഫ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു ബട്ടൺ നിങ്ങൾ ഓഫ് ആക്കിയതിന് ശേഷം നിങ്ങൾ വീഡിയോസ് നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ബട്ടൺ ഓഫ് ആക്കിയിട്ട് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നോർമൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സൗണ്ടിലാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലെ ആ ഒരു ഓപ്ഷൻ ആ ഒരു ഓണിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഓഫാക്കിയ ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് പ്ലേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കിയതിന് ശേഷമുള്ള സൗണ്ടാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ നോർമൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റിയും പിന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റിയും നിങ്ങൾക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഓൺ ആക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഓൺ ആക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്നതിനെക്കാട്ടി കുറച്ചും കൂടി നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നോയ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന ഒരു ഓഡിയോ ക്വാളിറ്റിയാണ്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനുകൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നമുക്കിപ്പോൾ സ്റ്റൈല്, നോയ്സ്, ടോണ്, ബൂസ്റ്റ്, ട്രിം എന്ന് പറഞ്ഞ അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ടൂൾസിലുള്ള ഈ ഒരു ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ആ ഒരു ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നമുക്ക് ക്വാളിറ്റി നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ടൂൾസിൻ്റെ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ടൂൾസിൻ്റെ ഓപ്ഷൻ തന്നെ നമുക്ക് ആ ഒരു നോയ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു നോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ആക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് 5 ആയിരിക്കും നിങ്ങൾക്ക് നോയ്സ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്തിട്ട് 10 ആക്കുന്നതെങ്കിൽ നിങ്ങളെ നോയ്സ് റിഡക്ഷൻ കുറച്ചും കൂടി മാക്സിമം നിങ്ങൾക്ക് നോയ്സ് നിങ്ങളെ ആ ഒരു വീഡിയോയിലുള്ള മാക്സിമം നോയ്സ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു നോയ്സ് റിഡക്ഷൻ ഓപ്ഷൻ പിന്നെ സ്റ്റൈലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓരോ സ്റ്റൈലിലുള്ള ഒരു
സൗണ്ട് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അതിലിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൗണ്ട് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നാച്ചുറൽ വേണോ, അല്ലെങ്കിൽ തമ്പ്, ഡീപ്പ് എന്നുള്ള പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഓരോ സൗണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ച സൗണ്ട്സാണ് ആ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലുള്ളത്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷനാണ് ആ ഒരു ബൂസ്റ്റിൻ്റെ ഓപ്ഷൻ. ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ നോർമൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഓഡിയോ ക്വാളിറ്റി കുറച്ച് ലോ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബൂസ്റ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഹൈ ആക്കി വെക്കുന്നെങ്കിൽ വോളിയം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൂസ്റ്റിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ വോളിയം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനാണ് ആ ഒരു ടോണിൻ്റെ ഓപ്ഷൻ. അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഓഡിയോൻ്റെ ആ ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി നമുക്ക് അതിൻ്റെ മിഡ്സ്, ബാസ്, ട്രബിൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതാണ് നമ്മൾ ആ ഒരു ടൂൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഒരു ട്രിമ്മിൻ്റെ ഓപ്ഷനാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ട്രിം ചെയ്ത് കളയേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രിമ്മിൻ്റെ ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് ട്രിം ചെയ്ത് കളയാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അത്ര ഓപ്ഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതല്ല നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഓഡിയോയിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു നോയ്സ് റിമൂവിൻ്റെ ഓപ്ഷൻ നിങ്ങൾ മാക്സിമം തന്നെ കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു സെറ്റിംഗ്സ് ഈ ഒരു വീഡിയോയിൽ അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. അതിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഷെയറിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് സേവ് വീഡിയോ, സേവ് ഓഡിയോ എന്നിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത് നിങ്ങൾ ഡയറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളെ ഫോണിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സേവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനെക്കാട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.